20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷയിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിൽ എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. ഇത് സിനിമാ മോഹം പേര് നടക്കുന്ന ഒരു 27-കാരൻ്റെ വാക്കുകൾ മാത്രമല്ല, മറിച്ച് തൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള, എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധവാനായ ഒരു ചെറുപ്പക്കാരൻ്റെ മാനിഫെസ്റ്റേഷനാണിത്. പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്ന കാലം മുതൽ അയാൾക്കു നേരെ എയ്യപ്പെട്ട ഒളിയമ്പുകളുടെ എണ്ണം ചുരുക്കമായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇത്രയും എക്സ്പോസ്ഡ് ആവുന്ന കാലത്തിന് മുമ്പ് തന്നെ ബുള്ളിയിങ്ങിന് വിധേയനാക്കപ്പെട്ട ഒരേ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ, ലക്ഷറി വാഹനങ്ങളിൽ യാത്ര ചെയ്താൽ, തൻ്റെ നിലപാടുകളെ വ്യക്തമാക്കി അതിൽ ഉറച്ചു നിന്നാൽ, അസ്വസ്ഥരാകുന്ന വലിയൊരു കൂട്ടം ആളുകളുടെ മുന്നിലൂടെ തനിക്ക് മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തകർത്ത് ഇന്ന് മലയാള സിനിമയുടെ ടോർച്ച് ബെയററായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. 2008-ൽ 2020 എന്ന അന്നത്തെ ബ്രഹ്മാണ്ഡ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും പലതരത്തിൽ സംഘടനാ വിലക്കുകൾ നേരിടേണ്ടി വന്നപ്പോഴും അടിപതറാതെ മുന്നോട്ട് വരാൻ കാരണമായതും ഇതേ നിശ്ചയദാർഢ്യം തന്നെ. വിവാദത്തിൽ കുടുക്കി എമ്പുരാൻ പലതരത്തിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടപ്പോൾ പൃഥ്വിരാജ് എന്ന ക്രാഫ്റ്റ്മാൻ്റെ മികവ് ചർച്ചയാവാതെ പോകുന്നു. മലയാളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഇത്രയധികം വലിയൊരു ക്യാൻവാസിൽ ഹോളിവുഡിനോട് കിടപിടിക്കാൻ കെൽപ്പുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് എമ്പുരാൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുമാത്രമല്ല, വ്യക്തിബന്ധങ്ങൾ ഈ സിനിമയിൽ പരാമർശിച്ചിരിക്കുന്ന രീതിയും അഭിനന്ദനാർഹമാണ്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവരാരാണോ അവരാണ് എൻ്റെ മക്കൾ എന്ന ഡയലോഗോടുകൂടി സ്റ്റീഫനെ PKR സ്റ്റേജിലേക്ക് വിളിക്കുന്ന ആ സീനിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ സിനിമയിലെ ഒരു നിർണായക ഘട്ടത്തിൽ ഖുറേഷി അബ്രാമിനോട് സഹോദരൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ പെട്ടെന്ന് അയാളുടെ കണ്ണെത്തുന്നത് സയ്യിദ് മസൂദിലേക്കാണ്. ഈ രംഗങ്ങളെല്ലാം രക്തബന്ധത്തെക്കാൾ മുകളിലാണ് വ്യക്തിബന്ധങ്ങൾ എന്ന് പ്രേക്ഷകരെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ജു വാര്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസ് അതിഗംഭീരമാണ്. പ്രിയദർശിനി രാംദാസിനു വേണ്ടി ആളുകൾ കൈയടിച്ച സീനുകളായിരുന്നു അതെല്ലാം. മലയാള സിനിമയ്ക്ക് തീണ്ടാപ്പാട് അകലെയായിരുന്ന അനേകം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തൻ്റെ സിനിമയിൽ കൊണ്ടുവന്ന് എത്രത്തോളം പ്രേക്ഷകൻ്റെ ആസ്വാദനത്തെ എലിവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം വിവാദമായി കത്തിക്കയറുമ്പോഴും എമ്പുരാൻ പല തരത്തിലുള്ള വിചാരണകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മങ്ങിപ്പോകുന്നത് സങ്കടകരമായൊരു കാര്യമായി തുടരുന്നു.